ഹായ്, സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു എയർ ഫ്രൈ മലായി ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത്. അതിന് ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, അതായത് ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ലെമൺ ജ്യൂസ് ഒഴിക്കുക, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുക, പിന്നെ അതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം വേണം, ഹെവി കുക്കിംഗ് ക്രീം, പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത മല്ലിയില അത് ഒരു ടീസ്പൂണോളം ഇവിടെ ചേർക്കുന്നുണ്ട്, പിന്നെ അതേപോലെ 1 ടേബിൾ സ്പൂൺ ഓയിൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് ചിക്കൻ്റെ മാരിനേഷൻ. ഇനി ഈ ചിക്കനിലെ മാരിനേഷൻ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ ചിക്കൻ ആവശ്യത്തിന് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് എയർ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ എയർ ഫ്രയറിൽ ഒരു 20 മിനിറ്റ്സ് ഞാനത് കുക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ആദ്യം ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പം ഞാനിതൊന്ന് തുറന്നതിന് ശേഷം ആ ചിക്കൻ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കും. എന്നിട്ട് പിന്നെയും ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ ഒരു 20-22 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അടുത്തതായി ചിക്കൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ടൊരു ക്രീം സോസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഗാർലിക് പേസ്റ്റും, പിന്നെ 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, പാപ്രിക്ക ഇല്ലെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരല്പം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത മല്ലിയിലയും, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഹെവി ക്രീമും, ഇതെല്ലാം കൂടെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരു സ്റ്റേജിൽ ആവശ്യത്തിന് ഉപ്പ് ഇടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എയർ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ്ലി ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടെ ഇട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ ആ ക്രീം സോസ് കൂടെ ഒഴിക്കാം. ഈ ഒരു സോസ് മസ്റ്റല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. സോസ് ഇല്ലാതെയാണെങ്കിൽ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ.